വിദ്യാർത്ഥിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ പി കൃഷ്ണദാസിന് കോടതി ജാമ്യം നിഷേധിച്ചു. വടക്കാഞ്ചേരി കോടതിയാണ് കൃഷ്ണദാസിന് ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. അതേസമയം കേസിലെ 6ാം പ്രതി സുകുമാരന് ജാമ്യം അനുവദിച്ചു. 5ഉം 7ഉം പ്രതികൾക്കും കോടതി ജാമ്യം നിഷേധിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിന് പോലീസിനെ രൂക്ഷമായി വിമർശിച്ച ജസ്റ്റിസ് എബ്രഹാം മാത്യു കോളേജിന്റെ ആതിഥ്യം വഹിച്ചിരുന്നയാളാണെന്ന പ്രചരണങ്ങൾ തീർത്തും അസംബന്ധം. ബാർ കൗൺസിൽ ഓഫ് കേരളയുടെ കോളേജിലെ കുട്ടികൾക്കായുള്ള നിയമബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം കോളേജിലെത്തിയത്. സുപ്രീം കോടതി ജഡ്ജിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫും ഇതേ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഗോശ്രീ പാളത്തിൽ നിന്ന് CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജി ചാടി മരിച്ചുവെന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ തിരക്കഥ. എന്നാൽ പോലീസിന്റെ ഈ നിഗമനത്തിൽ മിഷേൽ ഷാജിയുടെ കുടുംബം ഒട്ടും തൃപ്തരല്ല. മിഷേലിന്റെ മുഖത്തെ പാടുകൾ ഉൾപ്പെടെ അവർ ഉയർത്തിക്കാട്ടിയിട്ടും ഒരു ദൃക്സാക്ഷിയെ കിട്ടിയാൽ ആത്മഹത്യ എന്ന നിഗമനത്തിൽ കേസ് അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് നീക്കം നടത്തുന്നതായി ആരോപണം ഉയർന്നിരിക്കുകയാണ്. കുണ്ടറയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ കുട്ടിയുടെ മുത്തച്ഛൻ വിക്ടർ ഡാനിയലിനെതിരെ വീണ്ടും കൊലപാതക ആരോപണം. വിക്ടറിന്റെ അയൽവാസികളായിരുന്നവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കുട്ടിയുടെ അമ്മയാണ് വിക്ടറിനെതിരെ പരാതി നൽകിയത്. 2010-ലാണ് കുണ്ടറയിലെ 14-കാരൻ മരിച്ചത്. വിക്ടറും മകനും ചേർന്ന് 14-കാരനെ കൊലപ്പെടുത്തിയെന്നാണ് അമ്മയുടെ പരാതി. പുതിയ KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായകം ഉമ്മൻചാണ്ടിയുടെ നിലപാട് തന്നെയാകും. സ്ഥാനം ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായാൽ ആ പദവിയിൽ മറ്റൊരാൾ എത്തില്ല. എന്നാൽ കോൺഗ്രസ് അധ്യക്ഷ നേരിട്ട് ആവശ്യപ്പെട്ടാൽ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ പക്ഷം. എന്നാൽ സ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചതായി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.